2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നേടാൻ BJP സജ്ജമായിരിക്കുകയാണ്. അപ്പോൾ ആദ്യഘട്ടം എന്ന് പറയട്ടെ, നേമം സീറ്റിൽ മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറാണെന്ന് പറഞ്ഞു. കഴക്കൂട്ടത്ത് മത്സരിക്കുന്നത് V മുരളീധരനാണെന്ന് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ അവർ അവകാശപ്പെട്ട് കഴിഞ്ഞു. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായി നടത്തിയിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം നടത്തില്ല പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ബാക്കി കുറച്ചധികം മണ്ഡലങ്ങളുടെ കുറച്ചധികം സീറ്റുകളുടെ സ്ഥാനാർത്ഥി പട്ടികയെ പറ്റി ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. അതെ, ഓട്ടപ്രദക്ഷിണം വന്നിരിക്കുന്നു. അതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ 5 സീറ്റ് BJP കേരളത്തിൽ പിടിക്കാനുള്ള സാധ്യത ഇപ്പോൾ നേരത്തെ എനിക്ക് തോന്നുന്നു LDFനെയും UDFനെയും മുന്നേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ അതിനുള്ള സാധ്യതയാണോ ഈ തുറന്നു കാണുന്നത്? അല്ല, തീർച്ചയായിട്ടും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിത്വമൊക്കെ എല്ലാവരും പ്രഖ്യാപിച്ച സ്ഥിതിക്ക് രാജീവ് ചന്ദ്രശേഖരൻ നേമത്ത് മത്സരിക്കുന്നു, വട്ടിയൂർക്കാവിൽ ആശ്രീയിലേക്ക് മത്സരിക്കുന്നു, അതിന് സംസ്ഥാന ഘടകത്തിന്റെ അനുമതി ലഭിച്ചിരിക്കുന്നു. V മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കുന്നു, കൃഷ്ണദാസ് കാട്ടാക്കടയിൽ മത്സരിക്കുന്നു, അരൂരിൽ അതായത് കഴിഞ്ഞ തവണ KC വേണുഗോപാൽ ലോക്സഭയിലേക്ക് അവിടെ നിന്ന് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ തോറ്റുപോകുമെന്നൊരു സാഹചര്യത്തിൽ, അതായത് BJP അവിടെ പിടിച്ചെടുക്കുമെന്നൊരു സാഹചര്യത്തിലാണ് KC വേണുഗോപാലില്ലായിരുന്നെങ്കിൽ അവിടെ BJP പടർന്നു കയറിയേനെ. ആ ഒരു സാഹചര്യത്തിൽ അരൂരിൽ ഇപ്പോൾ മത്സരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. കുറേ നാളുകളായി ശോഭ ചേച്ചിയുടെ കാര്യങ്ങളൊന്നും കേൾക്കാനില്ലായിരുന്നു. ഇപ്പോൾ ചാനൽ ചർച്ചകൾ പ്രത്യക്ഷപ്പെടാറില്ല. ഇടയ്ക്ക് വെച്ച് BJPയുമായി ചെറിയ അസ്വാരസ്യങ്ങളും പടലപ്പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. BJPക്കുള്ള ഗ്രൂപ്പ് പോരിൽ വെട്ടിപ്പോയ പേരുകളിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രന്റെ പേര് എന്നൊക്കെ കുറെ മാധ്യമ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ശോഭാ സുരേന്ദ്രനെ BJP ചേർത്ത് നിർത്തുന്നു. അരൂര് പോലെ പ്രധാനപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലേക്ക് അവരെ മത്സരിപ്പിക്കുന്നു. അതേപോലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ആരെയാണ് മത്സരിപ്പിക്കുന്നത്? ML അശ്വതിയാണ് മത്സരിക്കുന്നത്. അതെ, ML അശ്വതിയാണ് മത്സരിപ്പിക്കുന്നത്. പിന്നെ ദ വൺ ആൻഡ് ഓൺലി എക്സ് BJP സംസ്ഥാന അധ്യക്ഷൻ, എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന സുരേന്ദ്രൻ മത്സരിക്കുന്നത് കൊടുങ്ങല്ലൂരോ അല്ലെങ്കിൽ തൃശ്ശൂർ മണ്ഡലത്തിലോ മത്സരിക്കുമെന്ന് പറയുന്നു. നോക്കൂ, കഴിഞ്ഞ കാലങ്ങളിൽ സുരേന്ദ്രൻ ഒരു ട്രോൾ മെറ്റീരിയൽ ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സ്വീകാര്യതയുണ്ട്. BJPക്കാരൻ എന്ന നിലയിൽ കപ്പറം സുരേന്ദ്രൻ സംസ്ഥാനത്തെ BJPക്ക് അകത്തും അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലും കഴിഞ്ഞ ഓണത്തിന് മേഘ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഏഷ്യാനെറ്റിലെ ഗം എന്ന പരിപാടിയുടെ ഒരു ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിച്ചു. ഉള്ളിയും ബീഫുമായുള്ള ട്രോൾ ഒക്കെ നമ്മൾ ഒരുപാട് ആസ്വദിച്ചതാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഉള്ളിയെന്നും എൻ്റെ മകനെ ചെറിയ ഉള്ളി എന്നും വിളിക്കുന്ന ആ ഓണത്തിന്റെ ഇന്റർവ്യൂകളിൽ സുരേന്ദ്രൻ ഇന്റർവ്യൂ തൂക്കി എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അത്തരത്തിൽ സരസമായി സംസാരിക്കാൻ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലാണെങ്കിൽ പോലും 15ഓളം ആൺകുട്ടികളുമായി ഇത്തരത്തിലുള്ള വക്രീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. സുരേന്ദ്രൻ. ജയിക്കേണ്ട ഒരു വ്യക്തിയാണ്. BJPയുടെ രാഷ്ട്രീയം മാറ്റി നിർത്തുകയാണെങ്കിൽ സുരേന്ദ്രൻ എന്ന വ്യക്തി പേഴ്സണലി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ VV രാജേഷ് തോറ്റ് 7 പാർലമെന്ററി ജനാധിപത്യ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ് VV രാജേഷ് ജയിച്ചതുപോലെ സുരേന്ദ്രൻ ജയിക്കണമെന്ന് വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മറ്റു കാര്യങ്ങളിലേക്ക് എടുത്തു നോക്കുകയാണ്. 5 സീറ്റ് കഴിഞ്ഞ ഒരു മാസം മുമ്പുള്ള ചർച്ചയിൽ 10 സീറ്റുകൾ കേരളത്തിൽ BJP പിടിക്കുമെന്ന് ഞാനും നമ്മുടെ ചീഫ് എഡിറ്ററായിട്ടുള്ള രോഹിത്തുമായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞിരുന്നു. അന്ന് ഒരുപാട് വിമർശനങ്ങൾ, കമന്റുകൾ, നമ്മളുടെ കമന്റ് ബോക്സുകളിൽ ഒരുപാട് തെറിവിളികൾ വന്നു. പക്ഷേ ആ സ്ട്രാറ്റജി കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ എടുത്തു കാട്ടിയതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റായിരുന്നു BJPക്ക് പിടിക്കാനുണ്ടായിരുന്നത്. അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 35 സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ കേരളം നമ്മൾ പിടിക്കുമെന്നൊരു ഒരിക്കലും നടക്കാത്തൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷെ അത് മാധ്യമങ്ങൾക്ക് മുമ്പിലും ജനങ്ങൾക്ക് മുമ്പിലും മുന്നിലേക്ക് പോകുന്ന പ്രൊപ്പഗണ്ടയാണ്. പക്ഷെ ഈ തവണ അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ BJP വളർന്നു. വോട്ടിന്റെ ഷെയറുകൾ മാത്രമല്ല, അതിന് ഉത്തമ ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങൾ നമ്മൾ കണക്ക് കൂട്ടിയതുപോലെ കഴക്കൂട്ടം, അതേപോലെ വട്ടിയൂർക്കാവ്, നേമം. അതിൽ പോകുമെന്ന് കരുതുന്ന അല്ലെങ്കിൽ അവർ B കാറ്റഗറിയിലേക്ക് തള്ളി വെക്കുന്ന ഒരു മണ്ഡലം കാട്ടാക്കടയാണ്. IB സതീഷിന്റെ കാട്ടാക്കട. IB സതീഷാണ് നിലവിൽ അവിടുത്തെ MLA എന്ന് പറയുന്നത്. CPMന്റെ MLA ആണ്. പിന്നെ അതേപോലെ സന്ദീപ് ബജസ്പതി BJPയുടെ വക്താവായിരുന്നു. ചെങ്ങന്നൂരിൽ അല്ലെങ്കിൽ സജി ചെറിയാൻ ഒരു ടേൺ കൂടെ ലഭിക്കുകയാണെങ്കിൽ സജി ചെറിയാനെതിരെ മത്സരിക്കാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. മറ്റൊരു സാഹചര്യം, ചെങ്ങന്നൂരിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4 കൂടുതൽ പഞ്ചായത്തുകൾ ഭരണം ഈ പ്രാവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്തത് BJP ആണ്. ആ സാധ്യതകൾ മുൻനിർത്തിയാണ് ഇപ്പോൾ സന്ദീപ് ബജസ്പതി ചെങ്ങന്നൂരിലേക്ക് എത്തുക. അരൂർ എന്ന് പറയുന്നത് നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ആദ്യഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ ആലപ്പുഴ ജില്ലയിൽ
BJPയുടെ കടന്നുകയറ്റം തടയാനായി KC വേണുഗോപാലിന് കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നു. അവിടെ കൃത്യമായി പ്ലേസ് ചെയ്യുന്നത് ശോഭാ സുരേന്ദ്രനെയാണ്. ശോഭാ സുരേന്ദ്രൻ ലോക്സഭയിലേക്ക് നേടിയ വോട്ടുകൾ നിർണായകമായ ഒരു ശക്തിയാണ്. BJPയിൽ ഇത്രയധികം വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരു നേതാവുണ്ടോ എന്ന് സംശയമാണ്. ഇപ്പോൾ നിയമത്തെ മുൻപ് ജയിച്ചിട്ടുള്ള O രാജഗോപാൽ ആണെങ്കിൽ പോലും അതിനേക്കാളേറെ വ്യക്തമായി വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പൊ എനിക്ക് തോന്നുന്നു ശോഭാ സുരേന്ദ്രനെ അരൂരിൽ പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ സാധ്യത, ഇപ്പോൾ KC മത്സരിച്ചത് കൊണ്ട് പോയ സാധ്യത ഇപ്പോൾ വീണ്ടെടുക്കുകയാണ്. അവിടെ അരൂർ പോലൊരു മണ്ഡലം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ബാലികേറ മല ഒന്നുമല്ല. നോക്കൂ, അല്ലെങ്കിൽ അത്രയേറെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം VV രാജേഷിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. 2021-ലാണോ അതോ 15-ലാണോ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഹരിപ്പാട് മണ്ഡലത്തിലായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്കെതിരെ VV രാജേഷ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ തിരുവനന്തപുരം മേയറെ പ്ലേസ് ചെയ്യാൻ BJP തീരുമാനിച്ചിരുന്നത്. അവിടെ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ സെറ്റിൽമെന്റ് അടിസ്ഥാനത്തിൽ എങ്ങോട്ട് കൊണ്ടുപോയി? നെടുമങ്ങാട്ടേക്ക് കൊണ്ടുപോയി, നമ്മുടെ മണ്ഡലത്തിലേക്ക്. അവിടെ ആര് തോറ്റു? ഇപ്പം ഫോൺ വിവാദത്തിൽപ്പെട്ട് രാജിവെച്ച DCCയുടെ പ്രസിഡന്റ് പാലോട് രവി തോറ്റു. ആർക്കും വേണ്ടാത്ത CPIയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് കരുനാഗപ്പള്ളിയിൽ നിന്ന് എടുത്ത് നെടുമങ്ങാട്ടേക്ക് അടിച്ച C ദിവാകരൻ ജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്തരത്തിൽ വേരോട്ടമുള്ള മണ്ണുകളിൽ കൃത്യമായി BJP സ്ഥാനാർത്ഥികളെ പ്ലാന്റ് ചെയ്യുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണിത്. നോക്കൂ, ഈ ശോഭാ സുരേന്ദ്രന്റെ ട്രാക്ക് റെക്കോർഡ് എടുത്തു നോക്കണം. ഏത് മത്സരങ്ങൾ എടുത്തു നോക്കിയാലും 1.5 ലക്ഷത്തിനും 2.25 ലക്ഷം വോട്ടുകൾക്കിടയിലുള്ള കൃത്യമായ വോട്ടുകൾ പിടിച്ചെടുക്കാൻ, സ്ത്രീജനങ്ങളുടെ വോട്ട് നേടിയെടുക്കാൻ, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വോട്ട് ന്യൂട്രൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ തന്നെ വീട്ടിലിരിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഭാഗമായി ശബരിമല വിഷയങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് ആ സമയത്ത് വലിയ രീതിയിലുള്ള ട്രാക്ക് റെക്കോർഡുണ്ട്. V മുരളീധരനെ സംബന്ധിച്ച് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ, നമ്മുടെ ലോക്സഭാ മണ്ഡലമാണ്, കഴിഞ്ഞ തവണ നടത്തിയ മത്സരം എന്ന് പറയുന്നത് അത് ഒരു ശരിക്കും ത്രികോണ പോരായിരുന്നു. BJPയുടെ A ക്ലാസ് മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ. തീർച്ചയായിട്ടും 816 വോട്ടുകൾക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ ബിജോയ്ക്ക് നഷ്ടപ്പെട്ട മണ്ഡലമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. അവിടെ ശക്തമായൊരു ഓപ്പോസിഷൻ കൊടുത്തത് BJP തന്നെയാണ്. V മുരളീധരനായിരുന്നു. 2.5 ലക്ഷം തരത്തിൽ വോട്ടുകൾ പിടിച്ചു മാറ്റി. അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അടൂർ പ്രകാശിന് ലീഡ് വർദ്ധിക്കുകയോ V ജോയ് ജയിക്കുകയോ സ്പ്ലിറ്റ് ആയിരുന്നെങ്കിൽ, അതായത് അവിടെ ജാതി സമവാക്യങ്ങൾ വർക്ക് ചെയ്തു എന്നുള്ളതാണ് കൃത്യമായി പറയാനുള്ളത്. ഇതിൽ കൃത്യമായ പ്ലാനിങ് ആണ്. പിന്നെ സുരേന്ദ്രനിലേക്ക് വരുമ്പോൾ, സുരേന്ദ്രൻ കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിയെ നയിച്ചതുപോലെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പാർട്ടിയെ നയിക്കുന്നില്ല. ഒരു കോർപ്പറേറ്റ് വൽക്കരണമാണ് അവസാന ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മേയർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇരുവരും ഇരിക്കുന്ന ഒരു ചിത്രമുണ്ട്. എക്സും നിലവിലെ അധ്യക്ഷൻ എന്നും പറഞ്ഞിട്ട് രാജീവ് ചന്ദ്രശേഖരൻ എന്താണ് മറ്റു രീതിയിലുള്ള പടലപ്പിണക്കങ്ങൾ BJPക്ക് അകത്തേക്കുന്ന അകത്ത ഗ്രൂപ്പുകളിൽ ഉണ്ടാകുന്ന മറ്റ് പാർട്ടികളിലുള്ള പോലെയല്ല, ജാതി സമവാക്യങ്ങളുടെ പേരിലാണ് ഇത്തരത്തിലുള്ള വെട്ടലുകൾ BJPക്ക് അകത്ത് വരുന്നതെങ്കിൽ അവിടെ R ശ്രീലേഖയെ വെട്ടിയത് V മുരളീധരൻ ഗ്രൂപ്പാണ് എന്നൊരു ശക്തമായ സാഹചര്യങ്ങളൊക്കെ ഉടലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനുശേഷമാണ് ശ്രീലേഖ IPSനെ R ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കുമെന്ന് പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും. അതായത് ഞാൻ പറയുന്നത്, അതായത് ഈ നേഷൻ ഫസ്റ്റ് ആണ് ആദ്യമായി R ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കുമെന്ന് പറഞ്ഞത്. അത് കൃത്യമായ നിരീക്ഷണമാണ്. ഞാനും രാഹുൽ രവീന്ദ്രനും എടുത്ത ചർച്ചയിൽ ഞാൻ കൃത്യമായി പറഞ്ഞു, R ശ്രീലേഖ മത്സരിക്കാൻ പോകുന്നത് വട്ടിയൂർക്കാവിലാണ്. അതാണ് ഇനി അവിടെ നടക്കാൻ പോകുന്ന സെറ്റിൽമെന്റ്. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് 6 മണിക്ക് എടുത്ത ചർച്ചയിൽ നമ്മളത് പറഞ്ഞു. അതായത് ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, VK പ്രശാന്തിനെതിരെയുള്ള ഈ MLA ഓഫീസ് വിവാദം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം തന്നെ നേഷൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു R ശ്രീലേഖയെ അവിടെ പിച്ച് ചെയ്യുന്നു. സംസ്ഥാന, അതായത് RSSുമായി അമിക്കബിൾ സൊല്യൂഷനിലേക്ക് എത്തിയ ഒരു സാഹചര്യമുണ്ട്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ശ്രീലേഖ എത്തില്ല. അതുപോലെ പോലൊരു ഇത്രയും അക്കാഡമിക് നിലവാരമുള്ള, സ്റ്റാറ്റസ് നിലവാരമുള്ള, അല്ലെങ്കിൽ ജാതീയപരമായിട്ട് സമവാക്യങ്ങൾ ഉയർത്തി കാണിക്കാൻ ഒരാള് വട്ടിയൂർക്കാവ് പോലെ BJPക്ക് വേരോട്ടമുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ അവർ കൃത്യമായ സ്ട്രാറ്റജി വെച്ചുകൊണ്ട് തന്നെയാണ് BJP അവിടെ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അവിടെ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത്, നോക്കൂ, VKPയും ശ്രീലേഖയും കൂടെ അടിയുണ്ടാകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് ആ സീറ്റിൽ തിരിച്ചു വരികയാണെങ്കിൽ മുരളീധരനായിരിക്കും. മുരളീധരൻ, ഞാൻ നേരത്തെ അതും കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞതാണ്. അതായത് അർബൻ ലെജിസ്ലേറ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസീസ് പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അദ്ദേഹം വേറെ എവിടേക്കെങ്കിലും ചേക്കേറാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് കേരളത്തിലെ എവിടുത്തെ സീറ്റുകൾ വേണമെങ്കിലും മെറിറ്റായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ തൃശ്ശൂരാണെങ്കിലും കണ്ണൂരാണെങ്കിലും. അപ്പോൾ തിരുവനന്തപുരത്തെ മറ്റേതെങ്കിലും മലയോര മേഖലകൾ
ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും അത്തരത്തിൽ ആ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്താൻ പോകുന്നത് കെ മുരളീധരൻ ആയിരിക്കും. എന്തായാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 34 മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ പോര് നടക്കും. അതിൽ നേരത്തെ ചർച്ചയിൽ മേഘ പറഞ്ഞത് 5 സീറ്റുകളല്ലേ. അപ്പോൾ 5 സീറ്റുകൾ എന്നുള്ളത് ഒരു കപ്പിനും ചുണ്ടിനും ഇടയിൽ അവർക്കൊരു 10 സീറ്റുകളിലേക്ക് വരെ 2ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞാലും അതിശയപ്പെടേണ്ടതില്ല.